ഇതൊക്കെ മതിയാകുമല്ലേ വാവേ? ഇതൊക്കെ മതി. നമുക്കിനി പോയി ദിവസങ്ങളെ വിളിക്കാം. ഇതാര്? ഇവ വേണമോ? ആ, നിങ്ങളോ? അതേലോ, ഞാൻ തന്നെ. വഴിന്ന് മാറ്, ഞങ്ങൾക്ക് പോകണം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി നീ. പ്ലീസ് വഴിന്ന് മാറ്. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ നിനക്ക് ആര് പറഞ്ഞടി കേൾക്കാൻ താല്പര്യമുള്ളത്? നിന്റെ അമ്മറ്റാനോ? എന്നോട് ചെയ്തെന്ന് ഞാൻ മറന്നിട്ടില്ല. നിനക്ക് എന്താ വേണ്ടത്? നിന്നെ നിന്നെ എനിക്ക് വേണ്ടത്. എന്താ തരാൻ കഴിയുമോ? പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ ആർക്കൊരു ശല്യം ഉണ്ടാക്കാതെ ജീവിക്കുന്നത്. ആരെയും പറഞ്ഞ് നീ എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ലെന്ന്? നീ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമോ ദാ ഈ നിമിഷം വരെ. ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു നിന്നെന്നറിയോ? നീ എൻ്റെ പെണ്ണായി കാണാൻ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ നീ നിന്റെ വീട്ടുകാരും ചേർന്ന് എന്നെ ചതിച്ചു. ഈ മാറ്റി മരിച്ചാലും അത് മറക്കില്ല. പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്ടോടെ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അങ്ങനെ വെറുതെ വിടാനല്ല ഞാൻ കല്യാണം വരെ എത്തിച്ചത്. നിന്നെ ഞാൻ മോഹിച്ചിട്ടുണ്ട്. ഏത് വിധനെ ഞാൻ നിന്നെ സ്വന്തമാക്കും. സാർ ഒന്ന് മനസ്സിലാക്ക്. എനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്. ഞാനിപ്പോൾ ഒരു അമ്മ, ഒരു ഭാര്യയാണ്. പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്ടോടെ. എനിക്കതറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോഴും പറയാം, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ. നിനക്ക് കുട്ടികളല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. അതിന് മോൾ പേടിക്കണ്ട. സാർ സാർ പ്ലീസ്. എന്താ കുട്ടി, എന്താ പ്രശ്നം? താൻ എന്താ കരയുന്നേ? ഒന്നുമില്ല ചേട്ടാ. പിന്നെ എന്തിനാ താൻ കരയുന്നേ? ഈ നിൽക്കുന്ന ഇയാള് തന്നോട് എന്തെങ്കിലും പറഞ്ഞോ? മോളെ, ഞാൻ വന്നു, നമുക്കിനി പോകാം. ചേട്ടാ വാ, നമുക്ക് പോകാം. എന്താ മോളെ, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? വാ ചേട്ടാ, നമുക്ക് പോകാം. ഞാൻ വന്നപ്പോ ഈ കുട്ടി ഇവിടുന്ന് കരയുമായിരുന്നു. ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എത്ര ചോദിച്ചിട്ടും ഈ കുട്ടി ഒന്നും പറയുന്നില്ല. താനെന്താ ചോദിച്ചു നോക്ക്. ആണോ മോളെ? അയാൾ പറഞ്ഞ സത്യമാണോ? അത് നീ ഇപ്പോ പോയിക്കോ. രക്ഷപ്പെട്ടൊന്നും വരുന്നുണ്ട. ഞാൻ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ, അത് സ്വന്തമാക്കിയിട്ട് എനിക്ക് ഇനി വിശ്രമമുള്ളൂ. നോക്കിക്കോ. ഡാ, നീ എന്താണോ പറഞ്ഞേ? ജോസേട്ടാ വേണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. നമുക്ക് പോകാം പ്ലീസ്. എൻ്റെ മോള് പറഞ്ഞിട്ട് മാത്രം ഞാൻ പോകുക. ഇനി എൻ്റെ കുഞ്ഞിൻ്റെ നേരെ വന്നോ, ഞാൻ ആരാധനയെ അറിയും. ഓടിപ്പോ. നീ എത്ര നാളെൻ്റെ അടുത്ത് രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. ഞാൻ നിന്നെ മോഹിച്ചിട്ടുണ്ടല്ലേ, സ്വന്തമാക്കുക തന്നെ ചെയ്യും. നീ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഇവ മോളെ, ആ മകൾ കണ്ടതാരാ? മോൾക്ക് പരിചയമുള്ളത് ആരെങ്കിലും ആണോ? അതെനിക്കറിയില്ല. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വെളിയിൽ കാണും. ചേട്ടാ, എന്തെങ്കിലും ഞാൻ വിളിക്കാം. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ക്ഷീണം. അതേടാ, എന്തെന്നറിയില്ല, ഇന്ന് എനിക്കും ഭയങ്കര ക്ഷീണം. അത് മാത്രമല്ല, ബോഡി ഫുള്ള് പെയിനാ. അതിന് മാത്രം എന്ത് വർക്കാണുള്ളത്? കുറെ ഫയൽ നോക്കണം, അതല്ലാതെ വേറെ ഭാരപ്പെട്ട പണിയൊന്നും ഇല്ലല്ലോ അവിടെ. അതാണ് പോട്ടെന്ന് വെക്കാം. ഇതേ കണക്കുകളുടെ കളിയോ, ഒന്ന് തെറ്റിയാലേ എല്ലാം തെറ്റും. അതെ, നിങ്ങളുടെ തല്ലി പിടിച്ചോണ്ടിരിക്കേ, ഞാൻ റൂമിലേക്ക് പോവാ. നിങ്ങൾ വന്നോ? ചേച്ചിയോട് ഉണ്ടായിരുന്നോ? ഇത്ര നേരം കടയിരുന്നപ്പോ ഞാൻ കരുതി നീ ഉറങ്ങി കാണുമെന്ന്. അല്ല, ഞാൻ അപ്പുറത്തെ ബാൽക്കണിയിൽ ഇരിക്കുവായിരുന്നു. ഞാൻ റൂമിലേക്ക് പോവാ, എനിക്ക് ഫുഡൊന്നും വേണ്ട. എന്നാ നിങ്ങളെല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ചേച്ചി ചേച്ചി കുഞ്ഞിനെ തന്നിട്ടോ? ഇതാ പിടിച്ചോ. നീ കിച്ചണിലേക്ക് വരുന്നുണ്ടോ? ഞാനും വരുന്നുണ്ട്. എൻ്റെ മമ്മി, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് കല്യാണമൊന്നും വേണ്ടെന്ന്. എനിക്ക് വേണമെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞേക്കാം. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വെക്കുക. ഓക്കെ, ബൈ. എന്താണ് പ്രോബ്ലം? നീ അതിനോട് തെറിപ്പിക്കുന്ന കേട്ടായിരുന്നല്ലോ. ഒന്നും പറയണ്ടടാ, മമ്മിയാ. കുറെ കല്യാണാലോചനയോട് വന്നേക്കോ മനുഷ്യനുള്ള സമാധാനോടെ കളയാനായിട്ട്. എടാ, അത് നല്ലതല്ലേ, ഇപ്പോഴാണ് പെർഫെക്റ്റ് ടൈമും കൂടാ. അങ്ങനെയാണെങ്കിൽ നീ പോയി കെട്ടിക്കോ, ഞാൻ മമ്മിയോട് പറഞ്ഞേക്കാം. കെട്ടണം. നോവലിനാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് വരെയായി. ഞാനായിട്ട് ഇനി വെച്ച് താമസിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ ഷെറിൻ്റെ കാര്യം വീട്ടിൽ ധരിപ്പിക്കണം. കുഞ്ഞെ. എന്താ ജോസേട്ടാ? അത് കുഞ്ഞെ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇന്നാണല്ലേ ഷോപ്പിംഗ് കഴിഞ്ഞ് വരാൻ നേരം ഒരുത്തനാണെങ്കിൽ ഇവ മോളോട് എന്തൊക്കെയോ പറഞ്ഞ് അവളെ കരയിപ്പിച്ചായിരുന്നു. ജോസേട്ടാ എന്തൊക്കെയാ പറയുന്നേ? ഇത് സത്യമാണോ? അതേ കുഞ്ഞെ, ഞാൻ ചെല്ലുമ്പോൾ കുഞ്ഞവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്തൊക്കെയോ അവൻ വേദനിപ്പിക്കുന്ന രീതി കുഞ്ഞിനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര ചോദിച്ചിട്ടും കുഞ്ഞൊന്നും പറഞ്ഞില്ല. എല്ലാം അങ്ങനെ ജോസേട്ടാ കണ്ടാല് എൻ്റെ പ്രായമൊക്കെ വരും.
ആ ഇപ്പം മനസ്സിലായി, ഇത് അങ്ങേര് തന്നെ. നിങ്ങൾക്കറിയാമോ? ആ ജോസേട്ടാ, ഞങ്ങൾക്കറിയാവനെ. ഇനി അവൻ ഇവിടെ ഇതുവരെ പെരുമാറുവാണെങ്കിൽ ശരിക്കും കൊടുത്തു വിട്ടേക്ക്. അത് പറയാനുണ്ടോ? അടുത്ത തവണ എന്ന് കാണട്ടെ, ഞാനത് പൊട്ടിക്കും. ഞാൻ ചോദിക്കാൻ പോയതാ മോനെ, ഇവമോൾ എന്നെ തടഞ്ഞത്. പിന്നെ കുഞ്ഞ് ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞെ, സമയം ഒരുപാടായി, ഞാൻ ഇന്ന് ഇറങ്ങുവാണേ, ഇത് പറയാൻ വേണ്ടി വന്നതാ. ശരി ജോസേട്ടാ, സൂക്ഷിച്ചു പോയിട്ടുവാ. നോയല്ലേ, നീ എന്തൊന്നും പ്രതികരിക്കാതിരിക്കുന്നേ? ഞാനെന്ത് പറയാനാ? പിന്നെ നീ അത് വേറെ ആരാ പറയേണ്ടത്? നിന്റെ ഭാര്യനെ അത്തമ്മടി വന്ന് കരപ്പിച്ചിട്ട് പോയത്. അപ്പൊ നീ വേണം പ്രതികരിക്കാൻ, അല്ലാതെ ഞങ്ങളല്ല. അവളുടെ പ്രോബ്ലംസ് അവളുടേതാ, അല്ലാതെ എന്റെ അല്ല. വാട്ട് എവർ ഹാപ്പൻ ടു ഹർ ഡസ് നോട്ട് കൺസേൺ മീ. ഇവൻ എന്താണ് ഇങ്ങനെ? ആ എനിക്കറിയില്ല ഇവൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. സാർ, എന്താ? ദാ രാവിലെ തന്ന കാർഡ്. ടേബിൾ വെച്ചേക്ക്. ഞാൻ ആ കാർഡ് യൂസ് ചെയ്തിട്ടില്ല. സാറിന്റെ ഒരു കാശ് കൂടി ഞാൻ എടുത്തിട്ടില്ല. എന്റെ ഇഷ്ടം, എടുക്കുന്നത് എടുക്കാത്തത് എന്റെ അല്ല. നീ ഇവിടെ നിന്നേ. എന്താ സാർ? ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? എന്ത് പ്രോബ്ലം? ഒന്നുമില്ല. നീ ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോ എന്തെങ്കിലും പ്രോബ്ലം അവിടെ ഉണ്ടായെന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല സാർ. ഐ ഡോണ്ട് ലൈക്ക് ടു മീ. എനിക്ക് ഇഷ്ടമല്ല ആരും എന്നെ കള്ളം പറയുന്നത്. നീ അവിടെ വെച്ച് ആരും കണ്ടില്ല, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ആ മാത്യുവിനെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു. എന്നിട്ട് എന്താ നീ അവനെ കണ്ട കാര്യം എന്നോട് പറയായിരുന്നേ? ഞാൻ മറ്റൊരു പറഞ്ഞോണം അറിയാന്. അത് ഞാൻ സാറിനോട്. എന്നിട്ട് എന്താ അവൻ എന്നോട് പറഞ്ഞത്? അത് പിന്നെ വാ തൊട്ട് പറഞ്ഞു മര്യാദയ്ക്ക്. അത് എന്നെ അയാൾക്ക് വേണമെന്ന്, എന്നെ സ്വന്തമാക്കാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ കുറെ തവണ പറഞ്ഞു, പക്ഷെ അയാളത് കേൾക്കുന്നില്ല. എനിക്ക് പേടിയാ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന്. എന്നെ എന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ ഞാൻ കാരണം നിങ്ങൾ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇനി ഞാൻ നിന്റെ അടുത്ത് വരികയാണെങ്കിൽ എന്നോട് പറഞ്ഞേക്കണം. ടൈമോട് ലേറ്റ് ആയില്ലേ, നീ പോയി കിടക്കാൻ നോക്ക്. പിന്നെ മോളെ നിന്റെ കൂടെ കിടത്തിക്കോ. ഞാൻ പറയാം. അല്ല സാർ കിടക്കുന്നില്ലേ? ഇല്ല, എനിക്ക് കുറച്ച് ഇമെയിൽ ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ അത് എനിക്കൊരു കോഫി എടുത്ത് തരാമോ? ഞാനിപ്പോ കൊണ്ടുതരാം. നിങ്ങളായിരുന്നോ? എന്താ പേടിച്ചു പോയോ? പിന്നല്ലാതെ, ഒരു നേരം ശ്വാസം നിലച്ചു പോയി. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിങ്ങിന് വന്നിട്ട് ബേബി കൂപ്പി എന്നെ വിളിച്ചേക്കരുതെന്ന്. സോറി മുത്തേ, ഈ ചാനോട് ക്ഷമിക്കടാ. ഈ ചാനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്താ വന്നതിന്റെ ഉദ്ദേശം? ദുരുദ്ദേശം ആണോ? എന്നാ മോനെ ചെകിടിടിച്ചാൻ പൊട്ടിക്കും. കണ്ടോ വന്നു നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എനിക്ക് കുറച്ച് സ്നേഹം കുറവാ. ഇങ്ങനെയാണ് സ്നേഹിക്കാമെങ്കിൽ സ്നേഹിച്ചാൽ മതി. എന്റെ വിധി, അല്ലാതെ എന്തു പറയാനാ? ഓഹോ, നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നെ കഷ്ടപ്പെട്ട് സ്നേഹിക്കണമെന്നല്ലേ? വേണ്ട, എന്നെ ആരും കഷ്ടപ്പെട്ട് സ്നേഹിക്കണ്ട. അല്ലേലും എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഒരു തരി പോലെ സ്നേഹമില്ലെന്ന്. ഞാനല്ല നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്തും ബ്ലാക്ക് മെയിൽ ചെയ്തും ചാവെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. വാ, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, അതല്ലേ നല്ലത്. എന്റെ മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? ബ്രേക്കപ്പോ? യെസ്, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങളുടെ സ്റ്റാറിന് ചേർന്ന് നല്ലൊരു പെൺകുട്ടി വെച്ചാൽ കണ്ടുപിടിച്ച് സ്നേഹിച്ച് മാരേജ് ചെയ്യാം. അത് നീ തീരുമാനിച്ചാൽ മതിയോ? ഈ ആയുഷിന്റെ ജീവിതത്തിൽ പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. I'm yours, baby. You're mine. നിന്റെ മനസ്സും നിന്റെ സ്നേഹവും നിന്റെ ശരീരവും എനിക്കുള്ളതാണ്. നിന്നെ ഒറ്റൊരുത്തിനും കൂടെ ഞാൻ വിട്ടുകൊടുക്കില്ല. You're mine, baby. You're only mine. വേണ്ട, നിങ്ങൾ എന്നെ സോപ്പിടൊന്നും വേണ്ട. No, baby. ഞാൻ പറഞ്ഞ സത്യമാണ്. നീ എന്റേത് മാത്രമാണ് ബേബി. I'm yours. നിന്റെ ഈ പടക്കം മാറ്റാൻ ഞാൻ ഉമ്മ തരട്ടെ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ മോളെ. നീ സ്വീകരിച്ചിട്ട് പോയാ മതി. ഇച്ചായ വേണ്ട, ആരെങ്കിലും കണ്ട സീന. ആരെങ്കിലും കണ്ടാലല്ലേ? ഇങ്ങോട്ട് പാടി. ഇച്ചായ നോയല്ലേ, മറ്റേ പേപ്പർ വർക്ക് എല്ലാം സെറ്റായോ? ആടാ, ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി 2-3 ഇപ്പം കൂടെ ചെയ്യുള്ളൂ. എന്താ ഇവിടെ ഒരു ചർച്ച? ചർച്ചയൊന്നുമില്ലടി, നമ്മൾ പുതിയൊരു ബ്രാഞ്ചും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇതൊക്കെ എപ്പോ? എന്നിട്ടൊരു വാക്കോട് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അതൊക്കെ ചെയ്തു. നിങ്ങൾ ഇരിക്കല്ലേ, കുഞ്ഞിനെ പിടിക്ക്. ഞാൻ റൂമിൽ പോയി എന്റെ ലാപ്പ് എടുത്തിട്ട് വരാം. ആടാ, നീ പോയിട്ട് വാ.
സോറി. അയ്യേ, ഞാൻ എന്ത് പണിയാ കാണിച്ചേ. ശേ, നമ്മൾ എന്ത് വിചാരിക്കാനെ കുറിച്ച്. അയ്യേ, എന്താണ് ഞാൻ നിനക്ക് ഒന്ന് നോക്കി ചെയ്തിട്ട് കയറിക്കൂടായിരുന്നു. ഓ ശരി, നാളെ കേട്ട്. നീ എന്ത് പണിയാ കാണിച്ചു? ഒന്ന് ലോക്ക് ചെയ്തിട്ട് മാറിക്കൂടായിരുന്നു. എല്ലാം കണ്ടു കാണാം. ഞാൻ എങ്ങനെ സാറിന് മുഖത്ത് നോക്കും? ഓ ഗോഡ്, ഞാനിനി എന്ത് ചെയ്യും? മാഞ്ഞോ. ഓ പുല്ല് മാഞ്ഞു പോകുന്നില്ല. എടാ, നീ എന്തേ വെളി വന്നേക്കുന്നേ? നീ എന്ത് മാഞ്ഞു വന്ന കാര്യം പറയുന്നത്? അതോ? ഒന്നുമില്ല. എനിക്ക് കണ്ട അങ്ങനെ തോന്നുന്നില്ലല്ലോ. നീ നല്ലോണം വെറുക്കുന്നുണ്ടല്ലോടാ. നിന്റെ നിപ്പും പാവം കണ്ട നീ എന്തോ കണ്ട് പേടിച്ച മാതിരി ഉണ്ടല്ലോ. എന്ത്? ഞാനെന്താ കണ്ടില്ല അവളുടെ ഡ്രസ് ഒന്ന് മറന്ന്. ഡ്രസ്സോ? ആര് മറന്ന്? ഒന്നുമില്ല, എന്റെ നാക്കാണ്ട് പിടിച്ചു പോയതാ. ഇപ്പൊ മനസ്സിലായി. എടാ കൊച്ചു കള്ള, റൂമിലോട്ട് പോകരുത്. നടക്കട്ടെ. ഓ നാശം, ഒരു സമാധാനം തരില്ല. ഞാൻ പോകുക. പോ മോനെ പോ. നീ എവിടെ വരെ ഇങ്ങനെ പോകുമെന്നൊന്ന് കാണാം. എന്റെ ബേബി അങ്ങനല്ല. നോക്ക്, ഇങ്ങനെയാ കളിക്കണ്ടേ. നോയലേ, എന്താടാ നിന്റെ ഫോൺ എവിടാ? ഇവിടെ ഇരിക്കും. ഓ, അത് റൂമിലാടാ. നിന്നെ കിട്ടാത്തതിന്റെ ജാക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. SR ഗ്രൂപ്പിന്റെ ഇമെയിൽ എന്തോ നിനക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. ആണോ? ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമെയിൽ വേണമെങ്കിൽ എനിക്ക് സെൻഡ് ഇടായെന്ന്. ഒരു കാര്യം ചെയ്യേ, നീ കുഞ്ഞിനെ നോക്കണേ. ഞാൻ റൂമിൽ പോയി ലാപ്പ് എടുത്തിട്ട് വരാം. ആടാ, നീ പോയിട്ട് വാ. അവൻ റൂമിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഡോറിന്റെ അടുത്തെത്തിയപ്പോൾ അവന് കുറച്ചു മുമ്പുണ്ടായ സംഭവങ്ങൾ ഓർമ്മ വന്നു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് അവൻ ഡോറിൽ മുട്ടുന്നു. അതെ, നീ അകത്തുണ്ടോ? എന്താ സാർ? എനിക്ക് റൂമിലേക്ക് വരാമോ? വന്നോളൂ. അതെ, ആരും ഡോറ് നോക്ക് ചെയ്യാതാ റൂമിൽ കയറുന്നേ. സോ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോ ഡോറ് ലോക്ക് നല്ലതായിരിക്കും. ഞാൻ ചെയ്തോളാം. ഓക്കെ. ചേച്ചി, ബേബിയുടെ ബർത്ത്ഡേ എന്നാ? December 28. ഓ മൈ ഗോഡ്, നെക്സ്റ്റ് മന്ത് ഡിസംബർ. ക്രിസ്മസ് ഒക്കെ അല്ലേ? അന്നാണോ? ഓ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടം. സത്യം പറയാലോ, നാട്ടുകാരെയും വീട്ടുകാരെല്ലാം വിളിച്ച് ഒരു വലിയ പാർട്ടി തന്നെ വെക്കേണ്ടതാ. ബട്ട് നിങ്ങളുടെ സീക്രട്ട് മാരേജ് അല്ലേ? എനിക്കിതാ ഇഷ്ടം. നമ്മൾ ഫാമിലി മാത്രം. അല്ലാതെ എനിക്ക് ഈ ആളും ആരവും എനിക്ക് താല്പര്യമില്ല. ചേച്ചി, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയില്ലേ? അപ്പോൾ അവൾ ഫസ്റ്റ് പറഞ്ഞ വീട് ഏതാ? പപ്പ. അതവൾ ഫസ്റ്റ് പറഞ്ഞ വീട്. ബട്ട് മോശത്തെ കുഞ്ഞുങ്ങളും അമ്മ എന്നല്ലേ പറയുന്നേ? ആണ്, പക്ഷേ ഇവൾക്ക് നോൾസാൻ എന്ന് പറഞ്ഞ ജീവനാ. എൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ പോലും അവൾക്ക് അച്ഛന് സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവൾക്ക് നോൾസാനോട് ഇത്ര ഇഷ്ടം. ചേച്ചി ഡെലിവറി ടൈമിൽ ആരാ കെയർ ചെയ്തേ? അമ്മയാണോ? അല്ല, മിലി, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ നോൾസാൻ്റെ കുഞ്ഞിനെ ക്യാരിങ് എന്ന് അറിഞ്ഞ മുതൽ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എനിക്ക് മരിക്കാൻ പേടിയായതുകൊണ്ടും വേറെ വഴിയില്ലാത്തതുകൊണ്ടും ഞാൻ മിലിയോട് എല്ലാം തുറന്നു പറഞ്ഞു. അവളാണ് എന്നെ 9 മാസം നോക്കിയതൊക്കെ. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാൻ ചേച്ചി എത്ര ലക്കിയാണ്. അവളെൻ്റെ കൂട്ടുകാരി മാത്രമല്ല, എൻ്റെ ഒരു കൂടപ്പിറപ്പും കൂടെയാണ്. അവളെ എനിക്ക് കൂട്ടുകാരി കിട്ടിയതിൽ ഞാൻ ഒരുപാട് ലക്കിയാണ്. അവൾക്കാണെങ്കിൽ ആരുമില്ല. അച്ഛനും അമ്മയൊക്കെ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. റിലേറ്റീവ്സ് ആണെങ്കിൽ അവൾ തിരിഞ്ഞു പോലും നോക്കാറില്ല. പിന്നെ കൂട്ടം എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. മേരി ചേച്ചിക്ക് ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലേ? സത്യം പറയാലോ, ഞാൻ അവസാനം ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അത്. ബട്ട് സാഹചര്യം അങ്ങനെയല്ലല്ലോ. ആ ടൈമിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നു, ഒരുപാട് ഫുഡ് കഴിക്കാൻ തന്നിട്ടുണ്ട്. പിന്നെ മേരിയോട് ഞാനൊന്നും പറഞ്ഞില്ല. അവളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവൾക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ചേച്ചി, എന്നെ മിലി ചേച്ചിനെ ഒന്ന് കാണിക്കുമോ? നാളെ ഞാൻ അവളെ കാണാൻ പോകുന്നുണ്ട്. നീ വരുന്നുണ്ടോ? യെസ്, ഞാനും വരുന്നുണ്ട്.